No drinking water, no electricity, no basic facilities. That's what 400 Adivasi families in Kerala's Wayanad live with in their makeshift shelters at the Marianad estate in Chedalattu forest range. They moved here in 2022 after the floods of 2018 and 19 destroyed their settlements. Their temporary shelters are on land owned by the Kerala Forest Development Corporation, which means these families from 5 tribal groups across the district cannot claim any ownership. For the past 4 years, these landless tribal citizens have been protesting to secure their land rights. Now, many say they may not cast their votes in the upcoming Kerala Assembly election to send a strong message. ഞങ്ങൾക്ക് ഭൂമി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ 4 വർഷം ആയി ഇവിടെ താമസിക്കുന്നു. അപ്പൊ ഇന്നേ വരെ ഇലക്ഷൻ വരുന്നവരാണെങ്കിലും പിന്നെ ആ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ഇന്നേ വരെ അതിനൊരു തീരുമാനം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. വോട്ട് കഴിഞ്ഞ് ഇവരുടെ കാര്യം കഴിഞ്ഞു, അവരങ്ങ് പോകും. പക്ഷെ ഇനിയുള്ള വോട്ട് ഞങ്ങളൊന്ന് ആലോചിക്കണം. ആലോചിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഇനി വോട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. പിന്നൊരു കറണ്ടില്ല, വെളിയില്ല, നമുക്കൊരു ഷീറ്റില്ല. നമ്മളിവിടെ എങ്ങനെ കഴിഞ്ഞു കൂടുന്നു? ഈ കഞ്ഞി ഉപ്പും മുളകാണ് തിന്നുന്നത് എന്നുള്ളത് ഇന്നുവരെ ആയിട്ടും ഇവിടെ ഈ കൂപ്പിൽ നേരകമായി തെരഞ്ഞെടുത്തവര് വന്ന് നോക്കുന്നില്ല. അവർക്ക് എപ്പോഴും അവർക്ക് പിരിവ് കിട്ടണം. With their basic needs neglected, survival is a daily struggle. Their fragile huts are without bathrooms and are at risk of collapse. They also face threats from wild animals. With inadequate employment opportunities, securing resources for survival has been difficult. Their children attend school while enduring harsh and uncertain conditions. ഞങ്ങളുടെ മക്കൾ ഇവിടെ നിന്നാണ് പഠിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് വെളിച്ചമില്ല, വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. കാര്യം പറഞ്ഞാൽ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള വണ്ടിയൊക്കെ അവർ വിടുന്നുണ്ട്. പിന്നെ വെളിച്ചവും ഈ വെള്ളമാണ് ഞങ്ങൾക്കിപ്പം വേണ്ടത്. വീടും കാറ്റ് വീശുമ്പോൾ മരത്തിനെ പേടി. പിന്നെ സീറ്റ് മേടിക്കാനാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടുന്നുണ്ടാവും, പണി കിട്ടാത്തതുണ്ട്. സീറ്റ് മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ മേഞ്ഞ് കിടക്കുന്നത്. വല്ല കമ്പോ കോലൊക്കെ വീഴുവാണെങ്കിൽ അങ്ങനെ ചോരും. Their representatives point out that despite a Supreme Court order, these tribal families have remained landless for decades, even before they were forced to move to Marianad. They further allege that successive governments have failed to address the issue, and now, ahead of the assembly polls, they want it to be prioritized. ഈ കുടിൽക്കെട്ട് സമരം എന്ന് പറയുമ്പോൾ നിഷ്പക്ഷമായും ഗവൺമെന്റ് 2004 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിയോടുകൂടി 10, 18, 19 വർഷക്കാലമായി ഈ ഭൂമികൾ 19,000 ഏക്കർ ഭൂമികൾ നമ്മുടെ സംസ്ഥാനത്തും അനുവദിച്ചു കൊടുക്കുന്നതിന് അനുമതി നൽകിയിട്ടും ഇതുവരെയായിട്ടും സംസ്ഥാന ഭരണം മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകളോ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടങ്ങളോ ഇവിടെയുള്ള ആദിവാസി വിഭാഗത്തിന് 1 സെന്റ് ഭൂമിയുടെ രേഖ കൊടുക്കുന്നതിന് ഇതുവരെ സാധിച്ചില്ല. നമ്മുടെ MP ആയാലും മുഖ്യമന്ത്രി ആയാലും അതുപോലെ തന്നെ MLA ആയാലും നേരിൽ വന്ന് കണ്ട് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുറന്ന ചർച്ച വേണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. 2 ഭരണമായിട്ട് ഇപ്പോൾ LDF ഭരിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ ഒരു കാര്യത്തിനോ യാതൊന്നിനും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം? ഞങ്ങൾക്കൊരു നീതി കിട്ടുന്ന രീതിക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ. ഇതിനൊരു തീരുമാനം ആക്കി തന്നാൽ ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ മാറ്റി നല്ല രീതിക്ക് മുമ്പോട്ട്. As the 2026 Kerala Assembly election approaches, the plight of tribal families in Marianad has emerged as a critical political issue. Adivasi voters are significant in Wayanad.
And whether voices from this protest site resonate with citizens and politicians across the district remains to be seen.